ജീവിതത്തിലെ ഏതു മേഖലയിലും ആഗ്രഹിക്കുന്ന എന്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോയിൽ പറയുന്ന കാര്യം സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം, പക്ഷേ ഒരു തിരിച്ചറിവ്, സാമ്പത്തികം, തൊഴിൽ, ബിസിനസ്, കല, കായികം, കരിയർ തുടങ്ങി ജീവിതത്തിലെ ഏത് നേട്ടങ്ങളും നേടുന്നതിൻ്റെയും നിലനിർത്തുന്നതിൻ്റെയും പിന്നിൽ പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും നിർണായക സ്വാധീനം ചെലുത്തുന്നത് എന്ന തിരിച്ചറിവാണത്. അറിയുന്ന കാര്യമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, സയന്റിഫിക് ആണ്. പക്ഷേ 90% മനുഷ്യർക്കും വെറുപ്പടിക്കുന്നതാണ്, ബോറടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഏത് മേഖലയിലും 90% മനുഷ്യരും പിന്തള്ളപ്പെട്ടു പോകുന്നതും 10% മനുഷ്യർ മാത്രം വിജയിക്കുന്നതും. എല്ലാ നേട്ടങ്ങളുടെയും പിന്നിലെ, പ്രത്യേകിച്ച് നേട്ടങ്ങൾ നിലനിർത്താൻ കഴിയുന്നതിന്റെ പിന്നിലെ, പെട്ടെന്നുണ്ടാകുന്ന ചില വലിയ നേട്ടങ്ങൾ നിലനിർത്താൻ കഴിയാതെ പോകുന്നതിന്റെ പിന്നിലെ എല്ലാം ഏറ്റവും ശക്തമായ അടിസ്ഥാന മനഃശാസ്ത്ര രഹസ്യമാണ് ആവർത്തനം, റിക്കറൻസ്. അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച കാര്യങ്ങൾ മാത്രമേ ഒഴുക്കോടെ നടപ്പാക്കാൻ കഴിയൂ. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നടപ്പാക്കാൻ പോലും കഴിയൂ. അപ്പോൾ പിന്നെ നിലനിർത്തുന്നതിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. സമ്പത്ത്, സമൃദ്ധി, തൊഴിൽ, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിൽ എങ്ങനെയാണ് ആവർത്തനം അടിസ്ഥാന നിയമമാകുന്നത് എന്നതാണ് ഭൂരിപക്ഷം ആളുകൾക്കും തിരിച്ചറിയാൻ കഴിയാത്തത്. എന്നാൽ സൈക്കിൾ ഓടിക്കുന്നത്, ബൈക്ക് ഓടിക്കുന്നത്, കാർ ഓടിക്കുന്നത്, പാട്ട് പാടുന്നത് തുടങ്ങിയവയെല്ലാം ആവർത്തിച്ചാലാണ്, ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഒഴുക്കോടെ നടപ്പാക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതിന്റെ സയൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളും നേടുന്നതിന്റെയും നിലനിർത്തുന്നതിന്റെയും പിന്നിൽ ആവർത്തനം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. റിക്കറൻസ് ഈസ് ദ ബേസിക് ലോ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ആവർത്തനം ആണ് ഉപബോധ മനസ്സിന്റെ അടിസ്ഥാന നിയമം. സൈക്കിൾ ഓടിക്കുന്നത്, ബൈക്ക് ഓടിക്കുന്നത്, കാർ ഓടിക്കുന്നത്, പാട്ട് പാടുന്നത് തുടങ്ങിയ ഉദാഹരണങ്ങളിലൂടെ സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അവയെല്ലാം ആവർത്തിച്ചത് കൊണ്ടാണ്, ആവർത്തനം ആണ് അവയെല്ലാം ഒഴുക്കോടെ നാം അറിയാതെന്ന പോലെ നടപ്പാക്കപ്പെടുന്നതിന് പിന്നിലെന്ന്. ആവർത്തിക്കാത്ത ഒരു കാര്യവും തടസ്സങ്ങൾ കൂടാതെ ഒഴുക്കോടെ നടപ്പാക്കാൻ ഉപബോധ മനുഷ്യന് കഴിയില്ല എന്ന സയൻസ് മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയും ജീവിതത്തിലെ ഏത് കാര്യങ്ങളും നേട്ടങ്ങളും അറിഞ്ഞോ അറിയാതെയോ നടപ്പാക്കുന്ന ആവർത്തനത്തിന്റെ ഫലം ആണ് എന്ന്. ഇവിടെ നന്നായി ഒന്ന് ശ്രദ്ധിക്കൂ. പല്ല് തേക്കുന്നതും മുടി ചെയ്യുന്നതുമൊക്കെ നാം അറിയാതെന്ന പോലെ ഒഴുക്കോടെ നടപ്പാക്കപ്പെടുന്നു. കാലങ്ങളായി ആവർത്തിച്ചത് കൊണ്ട് മാത്രമാണത്. മറ്റേ കൈ കൊണ്ടൊന്ന് പല്ല് തേച്ച് നോക്കൂ, മറ്റേ കൈ കൊണ്ട് മുടി ചെയ്യുക നോക്കൂ, അപ്പോഴറിയാം വ്യത്യാസം, ആ ബുദ്ധിമുട്ട്. ആവർത്തിക്കാത്തതൊന്നും മനുഷ്യ ജീവിതത്തിൽ ഒഴുക്കോടെ നടപ്പാക്കപ്പെടില്ല. ആവർത്തിച്ചവ നാം അറിയാതെന്ന പോലെ ഒഴുക്കോടെ നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സംഭവിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളാകട്ടെ, തൊഴിൽ, ബിസിനസ്, കല, കായികം, കരിയർ തുടങ്ങി എല്ലാ മേഖലകളിലും ഇത് തന്നെയാണ് അടിസ്ഥാനം. കുട്ടിക്കാലം മുതൽ അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച കേൾവികൾ, കാഴ്ചകൾ, സംസാരങ്ങൾ, ധാരണകൾ, പ്രവൃത്തികൾ തുടങ്ങിയവയുടെ പരിണിതഫലമാണ് ഇപ്പോൾ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവായ ഒരു ഉദാഹരണം നോക്കിയാൽ ധനികർ ധനികരായിക്കൊണ്ടിരിക്കുന്നു, ദരിദ്രർ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധാപൂർവം ചിന്തിച്ച് മനസ്സിലാക്കിക്കോളൂ. വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച് ശീലിച്ചവർക്ക് കൂടുതൽ വിജയങ്ങളും കൈവരുന്നു, കുറച്ചു മാത്രം പരാജയങ്ങളും സംഭവിക്കുന്നു. അതിനാൽ അവരുടെ ജീവിതം ഓവറോൾ സക്സസ്ഫുൾ ആയിരിക്കും. അതേസമയം പരാജയ ചിന്തകളും പരാജയ കേൾവികളും പരാജയ സംസാരങ്ങളും അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ച് ശീലിച്ചവർക്ക് പരാജയങ്ങൾ കൂടുതലായി സംഭവിക്കുന്നു. കൊച്ചു കൊച്ചു വിജയങ്ങൾ മാത്രം കുറച്ചു മാത്രം സംഭവിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ കഴിയുക? എന്താണ് ശരിയായ പരിഹാരം? പറയാം. ആവർത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഒഴുക്കോടെ നടപ്പാക്കാൻ കഴിയുന്നത് എന്ന ലളിതവും എന്നാൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശക്തവുമായ ആ സയൻസ് സത്യസന്ധമായി ചിന്തിക്കുന്നവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ചില വീഡിയോകളിൽ ചില കാര്യങ്ങൾ ചില രീതിയിൽ ആവർത്തിക്കുന്നതും നമ്മുടെ വ്യൂവേഴ്സിനും ആ പ്രയോജനം ലഭിക്കട്ടെ എന്ന് കരുതി കൂടിയാണ്. പക്ഷേ മനുഷ്യനെ മടുപ്പിക്കുന്ന, വെറുപ്പിക്കുന്ന കാര്യമാണ് ആവർത്തനം. 90% മനുഷ്യരും ആവർത്തനത്തിൽ മടുത്ത് വെറുത്ത് അസഹിഷ്ണുക്കളാകുന്നു. 10% മനുഷ്യർ മാത്രമേ ആവർത്തനത്തെ സ്വീകരിക്കൂ. അതിനാൽ തന്നെ ലോകത്ത് 10% മനുഷ്യരെ വിജയിക്കുന്നുള്ളൂ, 90% മനുഷ്യരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്.
ചെയ്യുന്നത്. മഹാനായ മുഹമ്മദ് അലി പറഞ്ഞ ആ പ്രശസ്തമായ വാചകം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കുമല്ലോ. മുഹമ്മദ് അലി പറയുന്നു, പരിശീലന സമയത്തെ ആവർത്തനം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, പക്ഷേ ഇഷ്ടക്കേട് മാറ്റിവെച്ച് ആവർത്തിച്ചെങ്കിലേ വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കാൻ കഴിയൂ എന്ന് ഞാൻ വ്യക്തമായി അറിയുന്നു എന്ന്. പരിഹാരം വളരെ ലളിതമാണ്, പക്ഷെ അതിശക്തവുമാണ്. വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ മടുപ്പും വെറുപ്പും അസഹിഷ്ണുതയും മാറ്റിവെച്ച് ആവർത്തിക്കുക. പ്രധാനമായും സക്സസിന് ആവശ്യമായ ചിന്തകൾ, കേൾവികൾ ആവർത്തിക്കുക. അതിനാവശ്യമായ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുമുണ്ട്. അത് ടൈറ്റിൽ നോക്കി അവനവന് ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് ആവർത്തിച്ചു കാണുക. ഇപ്പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ സയന്റിഫിക് ആണോ എന്ന് സ്വയം ചിന്തിക്കുക. സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പഠന മനോഭാവത്തോടെ ചിന്തിക്കുക. സത്യമാണ്, സയന്റിഫിക് ആണ് എന്ന് ബോധ്യമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനലിലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സക്സസ് തിയറികളുടെയും ടെക്നിക്കുകളുടെയും വീഡിയോകൾ നിത്യവും സ്വല്പസമയം ഹോംവർക്കിനായി മാറ്റി വെച്ചുകൊണ്ട് തന്നെ കാണുക. നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്